ചേലക്കര വയനാട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇന്നലെ പൂർത്തിയായതോടെ കൂട്ടിക്കിഴിക്കലുമായി മുന്നണികൾ. വോട്ടിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ആർക്കനുകൂലമാകുമെന്നാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ ആകാംക്ഷയോടെ ചർച്ച ചെയ്യുന്നത്. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയിലാണ് തീർത്തും മുന്നണികൾ. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പതും ചേലക്കരയിൽ നിന്ന് ശ്രീകാന്തും തത്സമയം ചേരുകയാണ്. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ വയനാടുണ്ടായ കൽപ്പറ്റയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തമൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് കുറയാൻ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. കാരണം പല ആളുകൾക്ക് ഒരുപാട് പരാതിയുണ്ട്, അവർക്ക് ആശ്വാസം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ നിലനിൽക്കെ വയനാട്ടിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇത്ര കൂടുതൽ ഒരു പ്രതിഫലനം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്താണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി, സുർജിത്ത്? SKN എന്തായാലും ദുരന്ത പശ്ചാത്തലമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആളുകൾ കാര്യമായി ആ പോളിംഗിനോട് സഹകരിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് 8% കുറവ് എന്ന് പറയുമ്പോൾ അത് വലിയ കുറവ് തന്നെയായാണ് മുന്നണികൾ കാണുന്നത്. കാരണം പഴുതടച്ച രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയപ്പോൾ പോലും ആ പ്രചാരണത്തിൻ്റെ റിഫ്ലക്ഷൻ പോളിംഗ് ബൂത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. കാരണം 64.72%, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 8% കുറവ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ 10.25 ലക്ഷത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് 9 ലക്ഷത്തിലേക്ക് അങ്ങ് ചുരുങ്ങുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകിയ മണ്ഡലം, അതായത് നിലമ്പൂർ മണ്ഡലം അതിൽ പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു. അതിൽ ഏറനാട് നിലമ്പൂരുമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകിയത്. പക്ഷേ അതിൽ നിലമ്പൂരിൽ വോട്ട് ഗണ്യമായി കുറഞ്ഞു. ഏറ്റവും കൂടുതൽ പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയത് നിലമ്പൂരിലാണെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അങ്ങനെ ആണ് ഒരു പൊതു ചിത്രം. കാരണം ഇത് ആരുടെ വോട്ടുകളിലാണ് ഈ ചോർച്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലാണ് മുന്നണികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബൂത്ത് തല കണക്കുകൾ ഇതുവരെ ആയിട്ടില്ല. ബൂത്ത് തല കണക്കുകൾ ലഭ്യമായാൽ മാത്രമേ ഇതിൽ ആരുടെ വോട്ട് ചോർന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഇത് ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആളുകൾ ഇതിനോട് മുഖം തിരിച്ചത്, പോളിംഗിനോട് മുഖം തിരിച്ചത് എന്നുള്ളതാണ് LDF പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് BJPയും LDFും പ്രചാരണ രംഗത്ത് തീരെ സജീവമായിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഈ UDF കേന്ദ്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇടതുപക്ഷം പ്രചാരണത്തിൽ തീരെ സജീവമല്ല എന്ന് BJPയും ആക്ഷേപമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ UDFിന്റെ പ്രചാരണം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു, വിപുലമായ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ LDF പ്രചാരണ രംഗത്ത് തീരെ സജീവമായിരുന്നില്ല. അത് ചെറിയ ഇടവേളകളിൽ നടന്ന തെരഞ്ഞെടുപ്പും ആളുകൾക്ക് മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതും UDFിനെയാണ് ഇത് കാര്യമായി ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് BJPയുടെയും ഒരു പൊതു വിലയിരുത്തൽ. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ചോർച്ച സംഭവിച്ചത്, ഏത് തരത്തിലാണ് ഈ വോട്ടിന്റെ ചോർച്ച സംഭവിച്ചത് എന്നുള്ളതിന് ബൂത്ത് തല കണക്കുകൾ വരേണ്ടതുണ്ട്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വളരെ കെട്ടുറപ്പോടു കൂടിയാണ് UDF സംവിധാനം ഇവിടെ നിലയുറപ്പിച്ചിരുന്നത് എന്നുള്ളത് പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ടതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ്, സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുയോഗം, അതിനുശേഷം സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേനേക്കാൾ രാഹുൽ ഗാന്ധിയേക്കാൾ വളരെ സജീവമായ രീതിയിലുള്ള ഒരു ഇടപെടൽ. മറ്റൊരു കാര്യം, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് എന്നൊരു തോന്നൽ വയനാട്ടിൽ ഉണ്ടായിരുന്നു. നമുക്കിനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ അതൊക്കെ ചർച്ച ചെയ്യാമല്ലോ. കാര്യം നമ്മൾ ആളുകൾ രാജിവെക്കുന്നത് കൊണ്ടോ അല്ലെ മണ്ഡലം ഉപേക്ഷിക്കുന്നത് കൊണ്ടോ ഉപതെരഞ്ഞെടുപ്പ് വരിക, കാര്യം 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് വരിക, ഇതൊക്കെ തന്നെ ആളുകൾക്ക് ബോറടിക്കും. ഒരു പൊളിറ്റിക്കൽ ഫാറ്റീഗ്, രാഷ്ട്രീയ ക്ഷീണം എന്ന് പറയുന്ന സാധനം അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായോ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ LDFിനെ സംബന്ധിച്ച് പലപ്പോഴും ഇപ്പോൾ CPMന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. സ്വാഭാവികമായും CPMന്റെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു സംഘടനാ ഇടപെടൽ സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ ആനിരാജ മത്സരിച്ചപ്പോൾ വളരെ കൂട്ടായ രീതിയിൽ വളരെ ആളുകൾ തള്ളിക്കയറുന്ന വിധത്തിലായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉണ്ടായത്. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. ഈ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുകയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം, അത് വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ പോലും കുടുംബങ്ങളുടെ വോട്ടുകൾ, പാർട്ടിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമാകേണ്ട വോട്ടുകൾ ഒരു തരത്തിലും അത്തരത്തിൽ പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് LDF കേന്ദ്രങ്ങളിൽ. ഇവിടെ നടന്ന ഏക ഒരു പരിപാടി എന്ന് പറയുന്നത് വലിയ രീതിയിൽ നടന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു വലിയ പൊതുയോഗമാണ്. ആ പൊതുയോഗത്തിൽ വൻ ജനപങ്കാളിത്തോട് ഒരു റോഡ് ഷോ ആണ് സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രചാരണം, മന്ത്രിമാരുടെ പടയൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പടയൊരുക്കം ഇവിടെ LDFിന്റെ ഭാഗത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പൊതുവായി പറയാനുള്ളത്. എന്തായാലും ആരുടെ വോട്ടാണ് ചോർന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും വന്നിട്ടില്ല. എന്തായാലും ഈ
ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളുടെ ഒരു പങ്കാളിത്തം ഇല്ലാതിരുന്നത് ഇത്തരത്തിൽ കുറയാൻ. അതായത് 8% കുറവ് എന്ന് പറയുന്നത് വലിയ കുറവ് തന്നെയാണ്. അത് ആരുടെ ഭൂരിപക്ഷത്തെ ബാധിക്കും എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും LDFന്റെയും BJPയുടെയും വോട്ടുകളാണ് കുറയുക. അതിൽ 4 ലക്ഷത്തിലെങ്കിലും ഭൂരിപക്ഷത്തിലെങ്കിലും പ്രിയങ്ക ഗാന്ധി വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDF കേന്ദ്രങ്ങൾ ഏറ്റവും ഒടുവിലും പങ്കുവയ്ക്കുന്നത്. ബൂത്ത് തല കണക്കുകൾ വരണം, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ആരുടെ വോട്ട് ചോർന്നതെന്ന് സംബന്ധിച്ചുള്ള കൃത്യത വരാൻ. SK സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. മാത്രമല്ല അത് കത്തിച്ചു നിർത്താൻ രാഷ്ട്രീയ കക്ഷികൾക്കായതുമില്ല. എന്തുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ UDFന് പോലും അത് ജനങ്ങളെ കാര്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് സംശയമുണ്ട്.